ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഇൻട്രോവേർട്ട് വേഴ്സസ് എക്സ്ട്രോവേർട്ട് എന്നതാണ്. നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് എക്സ്ട്രോവേർട്ട് ആൻഡ് ഇൻട്രോവേർട്ട് എന്നത്. മനഃശാസ്ത്രജ്ഞനായ കാൾ യുങ്ങാണ് ഈ ആശയത്തിന് പിന്നിൽ. പൊതുവെ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ ഇൻട്രോവേർട്ടുകൾ എന്നാൽ പേടിയുള്ളവരോ അല്ലെങ്കിൽ നാണം കുണുങ്ങികളോ ആണ് എന്നാണ് പറയാറുള്ളത്. അത് അവരെ കുറ്റം പറയാനും പറ്റില്ല. കാരണം എക്സ്ട്രോവേർട്ടുകൾ ഓടിച്ചാടി നടന്ന് എല്ലാവരോടും സംസാരിക്കുമ്പോൾ ഇൻട്രോവേർട്ടുകൾ ചിലപ്പോൾ ഐ കോണ്ടാക്റ്റ് പോലും കൊടുക്കാതെ ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്ന പ്രകൃതക്കാരാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതിലും തെറ്റില്ല. പക്ഷേ അത് വെറും ഒരു തെറ്റായ ധാരണ മാത്രമാണ്. ഇവർക്ക് ഒരുപാട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവർക്ക് ചിന്തകളാവും. ഇവരധികവും ഡീപ്പ് തിങ്കേഴ്സ് ആയിട്ടാണ് കണ്ടുവരുന്നത്. അതുപോലെ നല്ല നിരീക്ഷകരും കൂടിയായിരിക്കും. അവർക്ക് ഫ്രണ്ട്ഷിപ്പൊക്കെ വളരെ കുറവായിരിക്കും. ചെയ്യുന്ന ജോലിയിലൊക്കെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. എക്സ്ട്രോവേർട്ടുകൾ ഈ പറഞ്ഞ സ്വഭാവ രീതിയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ്. അവർക്ക് ടീം വർക്കുകൾ തിളങ്ങാൻ പറ്റും. പുതിയ ആളുകളെ പരിചയപ്പെടാൻ മടിയില്ല. ആളുകളുമായി സംസാരിക്കുമ്പോൾ എനർജി കൂടുന്നു. കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കും. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ പെടുന്ന ഒരു കൂട്ടരുണ്ട്. അവരെയാണ് ആംബിവേർട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എക്സ്ട്രോവേർട്ടുകളെ പോലെയും ഇൻട്രോവേർട്ടുകളെ പോലെയും പെരുമാറാൻ ഇവർക്ക് കഴിയും. പഠനങ്ങൾ പറയുന്നത് ലോകത്തെ ഭൂരിഭാഗം ആൾക്കാരും ഈ വിഭാഗത്തിൽ പെടുന്നു എന്നതാണ്. ഇതിലേതാണ് മികച്ചത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. രണ്ട് കൂട്ടരെയും ഒരുപോലെ ആവശ്യമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു തികഞ്ഞ ഇൻട്രോവേർട്ടായിരുന്നു. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനെ നയിച്ച പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ ഒരു കരുത്തുറ്റ എക്സ്ട്രോവേർട്ടുമായിരുന്നു. ഇനി നിങ്ങൾക്ക് തിരിച്ചറിയണോ നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നുവെന്ന്? ഞാനിവിടെ 3 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ 3 ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കും അറിയാം നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്ന്. ചോദ്യം 1. ഒരു വലിയ പാർട്ടിക്കാണോ അതോ ചെറിയൊരു കൂട്ടായ്മയ്ക്കാണോ നിങ്ങൾ മുൻഗണന നൽകുന്നത്? ചോദ്യം 2. പ്രശ്നമുണ്ടാകുമ്പോൾ അത് ഉള്ളിൽ ചിന്തിച്ച് പരിഹരിക്കാനാണോ അതോ ആരോടെങ്കിലും പറയാനാണോ നിങ്ങൾക്കിഷ്ടം? ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ക്രിയേറ്റീവ് ആകുന്നത് ഒറ്റയ്ക്കാണോ അതോ മറ്റുള്ളവർക്കൊപ്പമാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ താഴെ നൽകൂ. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റ.